നമസ്കാരം. ഡ്രോൺ മിസൈൽ ആക്രമണ ഭീഷണിയെ തുടർന്ന് ഇന്ന് പുലർച്ചെ മുതൽ പൂർണ്ണമായും സ്തംഭിച്ച ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കൊടുവിൽ ഇപ്പോൾ ഭാഗികമായി തുറന്നു. ഇന്ന് ശനിയാഴ്ച പുലർച്ചെ 6:30യോടെയാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായ ദുബായ് DXBയുടെ പ്രവർത്തനം അപ്രതീക്ഷിതമായി നിർത്തിവെച്ചത്. വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തുകയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവ തകർക്കുകയും ചെയ്തതോടെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയായിരുന്നു. ഇതോടെ വിമാനത്താവളത്തിനുള്ളിലുണ്ടായിരുന്ന യാത്രക്കാരോട് പുറത്തിറങ്ങരുതെന്ന് കർശന നിർദ്ദേശം നൽകി. നൂറുകണക്കിന് സർവീസുകൾ റദ്ദാക്കുകയും പല വിമാനങ്ങളും മറ്റു വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്തതോടെ 10,000-കണക്കിന് യാത്രക്കാരാണ് ദുബായിൽ കുടുങ്ങിയത്. എന്നാൽ ഉച്ചയ്ക്ക് 12:30യോടെ അതോറിറ്റികൾ വിമാനത്താവളം ഭാഗികമായി തുറന്നതായി അറിയിച്ചു. എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് എന്നീ വിമാന കമ്പനികൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ചില സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. എങ്കിലും നിലവിൽ ഏകദേശം 60% വിമാനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ UAE വ്യോമാതിർത്തിയിൽ നിയന്ത്രണങ്ങൾ തുടരുന്നതിനാൽ സൗദി അറേബ്യയും ഒമാനും വഴിയുള്ള പ്രത്യേക സുരക്ഷാ ഇടനാഴികളിലൂടെയാണ് ഇപ്പോൾ വിമാനങ്ങൾ പറക്കുന്നത്. ഇതിനിടെ യാത്രക്കാർക്ക് പ്രത്യേക നിർദ്ദേശവും അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിമാനത്താവളം തുറന്നെങ്കിലും നിയന്ത്രണങ്ങൾ ഇപ്പോഴും കർശനമാണ്. എയർലൈനിൽ നിന്ന് നേരിട്ട് കൺഫേംഡ് ബുക്കിംഗ് സന്ദേശം ലഭിച്ച യാത്രക്കാർ മാത്രം വിമാനത്താവളത്തിലേക്ക് എത്തുക, അല്ലാത്തവരെ ടെർമിനലിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വിമാനങ്ങളുടെ ഏറ്റവും പുതിയ സമയവിവരങ്ങൾ അറിയാൻ എയർലൈനുകളുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളോ സോഷ്യൽ മീഡിയ പേജുകളോ മാത്രം ആശ്രയിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി.